നമസ്കാരം. ചില കാര്യങ്ങൾക്ക് ചില ആളുകൾ മറുപടി പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ. കാരണം എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ BJPയുടെ കേരളത്തിലെ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രനോ ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് ചില ആളുകൾ മറുപടി പറഞ്ഞാൽ അത് കുറുക്കിക്കൊള്ളും. വേറെ ആരെയുമല്ല പറയുന്നത്, BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. കഴിഞ്ഞ ദിവസം PA മുഹമ്മദ് റിയാസ് ഉയർത്തിയ ചില വിഷയങ്ങൾ, അതായത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വന്ന വേദിയിലിരുന്നു, അല്പത്തരമാണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് ട്രോളുകളൊക്കെ പടച്ചുവിട്ട് സ്വയം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ചില സൈബർ കമ്മ്യൂണുകളിലെ സഖാക്കളെ കണ്ടു. അപ്പം PA മുഹമ്മദ് റിയാസിന് കൃത്യമായ മറുപടി കൃത്യമായി കൊടുത്തത് പലരും കൊടുത്തു, BJP നേതാക്കളും ഒക്കെ തന്നെ കൊടുത്തു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ, ശോഭ ചേച്ചി കൊടുത്ത മറുപടിയാണ് ഏറ്റവും പവർഫുൾ, ഏറ്റവും ശക്തം, ഏറ്റവും ഉചിതം. അത് അവർ തന്നെയാണ് കൊടുക്കേണ്ടത്. അവർ തന്നെ കൃത്യമായി കൊടുത്തു. ഒരുപാട് പ്രേക്ഷകർ ഈ വീഡിയോ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ കണ്ടു കാണും. എങ്കിലും ഇത് കണ്ടപ്പോൾ അതൊന്നും കൂടി അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. ഇവരൊക്കെയല്ലേ ശരിക്കും നാരീ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വനിതാ നേതാവ്, വനിതാ പൊതുപ്രവർത്തക എന്ന് പറയുന്നത് ഇവരൊക്കെയല്ലേ, ശോഭാ സുരേന്ദ്രനൊക്കെ അല്ലേ? ഇത്രയും ഒരു തീപ്പൊരി നേതാവിനെ, വനിതാ നേതാവിനെ ഒരു പാർട്ടിയും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഉണ്ടായിരിക്കാം, പക്ഷേ ശോഭ ചേച്ചി തകർത്തു. റിയാസിന് ഒന്നിനും മറുപടിയില്ല. അതായത് അധ്വാനിച്ച് രാഷ്ട്രീയത്തിൽ വന്നതാണോ, പൊതുപ്രവർത്തനത്തിലൂടെ നേടിയ സ്ഥാനമാനങ്ങളാണോ? ഒന്നുമല്ല. മുഖ്യമന്ത്രിയുടെ മകളെ രണ്ടാം കെട്ട് കെട്ടി, ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ രണ്ടാം കെട്ട് കെട്ടി അതിൽ കിട്ടിയ സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളുമാണ് ഈ വഹിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അതൊന്നും രാഷ്ട്രീയത്തിലൂടെ നേടിയതല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ പിൻബലത്തിലൂടെയോ അല്ലെങ്കിൽ കഴിവിലൂടെ നേടിയതല്ല, സ്വന്തം കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും നേടിയതല്ല. ഇതൊക്കെ സ്ത്രീധനം കിട്ടിയതാണ്. ഇത്രയും പറഞ്ഞിട്ടും PA മുഹമ്മദ് റിയാസിന് നാണമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു പ്രതികരണത്തിലേക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത്, ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് പറയാൻ നാട്ടിലുള്ള തന്റെ ഇടമുള്ള സഹഭാരവാഹികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിതത്വവും ഉണ്ടാകില്ല. അത് റിയാസ് മനസ്സിലാക്കണം. ഇന്നലെ റിയാസിന് ഇരിക്കപ്പൊറുതിയില്ല. കാരണം എന്താണ്? പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ഇടതുഭാഗത്ത് കമലെഴുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും, പിന്നെ മരുമകന്റെ ഭാര്യ വീണയും, പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത്. അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ്. കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർജിയും സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ, ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയോടോ റിയാസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് തലകുനിച്ചിരുന്നിട്ടല്ല ഭാരതീയ